ओम श्री सद्गुरु चरणारविंदाभ्याम नमः। गुरुब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदा शिवसमारंभां शंकराचार्य मध्यमाम् अस्मदाचार्य पर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्ससुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दम् वंदे जगद्गुरुं। ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ ആചാര്യമണ്ഡലിക്കും എൻ്റെ പ്രണാമങ്ങൾ. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ പ്രണാമം. തൈത്തരീയോപനിഷത്തിന്റെ മൂന്നാമത്തെ വല്ലിയായ ഭൃഗുവല്ലിയിലേക്ക് നാം കടന്നു. ആ ഭൃഗുവല്ലിയിലെ മന്ത്രങ്ങൾക്ക് ആചാര്യസ്വാമികൾ ഒരു അവതാരിക ഇവിടെ പറഞ്ഞു. എന്താണ് മന്ത്രം എന്ന് ചോദിച്ചാൽ, ഭൃഗുർവൈ വാരുണിഹി വരുണം വിതരം ഉപസസാര അധീഹി ഭഗവോ ബ്രഹ്മേതി എന്നാണ് മന്ത്രം. തസ്മാ ഏതത് പ്രോവാച അന്നം പ്രാണം ചക്ഷുശ്രോത്രം മനോവാചമിതി സംഹോവാച യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി എന്ന്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെ ലക്ഷണങ്ങളിലൂടെ പറയപ്പെട്ടതാണെങ്കിലും ഈ ബ്രഹ്മജ്ഞാനം സാവശേഷമാണ് എന്ന് പറഞ്ഞാൽ ഇനിയും പല കാര്യങ്ങളെയും ആശ്രയിച്ച് നടക്കേണ്ടതാണ്. അപ്പോ ഇവിടെ ഈ വിദ്യാസ്തുത്യർത്ഥം ആചാര്യസ്വാമികൾ പറയാണ്, ഈ ഒരു കഥ പറയുന്നു. ഈ ബ്രഹ്മവിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടി, ബ്രഹ്മവിദ്യയുടെ മാഹാത്മ്യം പ്രകടമാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു കഥ പറയുന്നു. പ്രിയായ പുത്രായ പിത്രോ ഉക്തേതി ഭൃഗുർവൈവാരുണിഹി ഇതി. അതായത് വരുണപുത്രനായ ഭൃഗു എന്ന് പ്രസിദ്ധനായ ഒരു മഹർഷി പിതാവായ വരുണനെ സമീപിച്ച് അധീഹി ഭഗവോ ബ്രഹ്മ, എനിക്ക് ബ്രഹ്മത്തെക്കുറിച്ച് അങ്ങ് ഉപദേശിച്ചാലും എന്ന് സമീപത്തിലെത്തി പ്രാർത്ഥിച്ചു. പിതാവായ വരുണൻ വിധിപ്രകാരം തന്നെ സമീപിച്ച ആ പുത്രന്, വിധിപ്രകാരം അതായത് എപ്പോഴും ബ്രഹ്മവിദ്യ ലഭിക്കുന്നതിന് ഗുരുവിനെ വിധിപ്രകാരം സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്നൊക്കെ ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ ബ്രഹ്മചാരിയായ ആ ശിഷ്യൻ സമിത്പാണിയായി ഒരു സമിത്ത്, ഒരു ചമത കയ്യിലെടുത്തുകൊണ്ട് ബ്രഹ്മനിഷ്ഠനായ ശ്രോത്രിയനായ ഗുരുവിനെ സമീപിച്ച് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം എന്ന് തത്വദർശിന എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. തദ്വിദ്ധി പ്രണിപാതേന എന്ന് കാൽക്കൽ വീണം. വിദ്യ അങ്ങനെ സുലഭമായി ലഭിക്കുന്നതല്ല. പണ്ടുകാലത്തൊക്കെ കേട്ടിട്ടുണ്ട്, സാധാരണ വിദ്യ പഠിക്കാൻ ചെല്ലുമ്പോൾ പോലും ഒരു 4-5 പ്രാവശ്യം നടത്തിക്കും. പോയിട്ട് വാ, പിന്നെ പറയാം. സാധാരണ ലൗകികമായ വിദ്യ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആ ഒരു കാര്യത്തിൽ അതാത് വിദ്യകളിലെ ഗുരുക്കന്മാർ ശിഷ്യന്റെ ഈ കാര്യത്തിലുള്ള ദൃഢത്വം, അതായത് മനസ്സിന്റെ സ്ഥൈര്യത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കും. ഒന്ന് പോയി വരൂ, ഒരാഴ്ച കഴിഞ്ഞ് വരൂ എന്ന് പറയും. ഒരാഴ്ച കഴിഞ്ഞ് കൃത്യമായിട്ടും ആ ശിഷ്യൻ വരും. അപ്പോഴും പറയും, ഇപ്പൊ തിരക്കാണ്. ഏത് വിദ്യയുമായിട്ട്, സാധാരണ ലൗകിക വിദ്യകൾ പലതും ഉണ്ടല്ലോ, തക്ഷനയസ്കാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെയും 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറയും. ഇങ്ങനെ 5-6 പ്രാവശ്യം നടത്തിച്ച് ആ ശിഷ്യന്റെ ഈ വിദ്യാഗ്രഹണത്തിനുള്ളതായ ആ ഒരു മനോസ്ഥൈര്യം മനസ്സിലാക്കിയ ശേഷം മാത്രമേ വിദ്യ പറഞ്ഞു കൊടുക്കുകയുള്ളൂ.
തദ്വിദ്ധി പ്രണിപാതേന. ഇനി ഒരിക്കൽ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിപ്രശ്നേന, ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കണം, ഉറങ്ങിക്കൊണ്ടിരിക്കരുത്. സേവയാ, ഗുരുവിനെ സേവിക്കണം. ഗുരുകുലത്തിൽ വസിക്കുന്ന ശിഷ്യൻ ഗുരുക്കന്മാരുടെ ആ ഗൃഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ സാന്ദീപനിയുടെ ആ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ പലതും വിറക് വെട്ടിക്കൊണ്ട് വരുന്നു, വെള്ളം കോരിക്കൊണ്ട് വരും, ഇങ്ങനെ പലതും ചെയ്തതായിട്ടൊക്കെ നമുക്ക് ഭാഗവതം മുതലായ പുരാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം. തത്വദർശിന, തത്വദർശികളായ ആ ഗുരുക്കന്മാർ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉപദേശിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ വിധിപ്രകാരം തന്നെ സമീപിച്ച തൻ്റെ പുത്രനാണെങ്കിൽ പോലും വിധിപ്രകാരം തന്നെ സമീപിച്ച ആ ഭൃഗുവിനെ വരുണൻ പറഞ്ഞു, അധീഹി ഭഗവോ ബ്രഹ്മേതി എന്ന് പ്രാർത്ഥിച്ച ആ പുത്രന് മനസ്സിലാക്കി കൊടുത്തു. എന്തൊക്കെയാ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ ഇന്നതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് തസ്മാ ഏതത് പ്രോവാച അന്നം പ്രാണം ചക്ഷുശ്രോത്രം മനോവാചമിതി. ആദ്യം അന്നം, പിന്നെ ശരീരം. അന്നവും ആ അന്നത്തിന്റെ അത്താവായിട്ടുള്ള ഭക്ഷിക്കുന്നവനായ പ്രാണനും, ആഭ്യന്തരഞ്ച പ്രാണം, ആ അന്നമയ കോശത്തിന്റെ ഉള്ളിലുള്ളതായ പ്രാണൻ, അതിലും സൂക്ഷ്മമായിട്ടുള്ള മനസ്സ്, വാക്ക് എന്നിവയെക്കുറിച്ച്, ഇവയെല്ലാം തന്നെ ബ്രഹ്മ ഉപലബ്ധിക്ക് മാർഗങ്ങളാണ്, ഉപലബ്ധി സാധനങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവന് ബ്രഹ്മത്തിന്റെ ലക്ഷണം ഉപദേശിച്ചു. എന്താ? യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. വളരെ സൂക്ഷ്മതയോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ. ഏതിൽ നിന്നാണോ ഇമാനി ഭൂതാനി ജായന്തേ, ബ്രഹ്മാവ് മുതൽ പിപീലിക വരെ, ഉറുമ്പ് വരെ, അല്ലെങ്കിൽ അതിനും താഴെയുള്ള പ്രാണി ഉണ്ടെങ്കിൽ അതുവരെ ഉള്ള ഭൂതങ്ങൾ ഉണ്ടാകുന്നത്, ജനിച്ചതിന്റെ ശേഷം ഏതിനെ കൊണ്ടാണോ പ്രാണധാരണം ചെയ്യുന്നത്, ഏന ജാതാനി ജീവന്തി, വർദ്ധിക്കുകയും ചെയ്യുന്നത്, പിന്നെ വിനാശകാലത്തിൽ ഏതിലാണോ തിരികെ പ്രവേശിക്കുന്നത്, യത് പ്രയന്തി അഭിസംവിശന്തി, ഏതായിട്ടാണോ തീരുന്നത്, തത് വിജിജ്ഞാസസ്വ. അപ്പോ ബ്രഹ്മം ഉത്പത്തി സ്ഥിതി പ്രളയ കാലങ്ങളിൽ ഈ ഭൂതങ്ങളെല്ലാം ഏതാണെന്നുള്ള അവസ്ഥയെ വിടാതിരിക്കുന്നുവോ, അതാണ് ബ്രഹ്മമെന്ന് സാരം. ആ ബ്രഹ്മത്തെ വിശേഷിച്ച് അറിയാൻ ഇച്ഛിക്കുക. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയ ബ്രഹ്മത്തെ അന്നാദികൾ വഴിയായി അറിയുക എന്ന്. കാരണം ഇവിടെ വേറെ ശ്രുതിയും പറയുന്നുണ്ട്, പ്രാണസ്യ പ്രാണം ഉത ചക്ഷുഷക്ഷു ഉത ശ്രോത്രസ്യ ശ്രോത്രം അന്നസ്യ അന്നം മനസോ മനോ യേ വിദു തേ വിദുർ തേ നിശ്ചിക്യോർ ബ്രഹ്മപുരാണമഗ്ര്യം എന്നൊരു ശ്രുതിയുമുണ്ട്. അതായത് പ്രാണന്റെ ഉള്ളിൽ പ്രാണനായും, ചക്ഷുസിന്റെ ഉള്ളിൽ ചക്ഷുസായും, ശ്രോത്രത്തിന്റെ ഉള്ളിൽ ശ്രോത്രമായും, അന്നത്തിന്റെ ഉള്ളിൽ അന്നമായും, മനസ്സിന്റെ ഉള്ളിൽ മനസ്സായും ഏ വിദുഹു എന്ന് മനസ്സിലാക്കപ്പെടുന്നതായ ആ വ്യക്തികൾ തേ നിശ്ചിക്യോഹു ബ്രഹ്മം പുരാണമഗ്ര്യം, ആദ്യം പ്രാചീനമായതും അഗ്ര്യം ആദിമമായത്. ആദിമം എന്ന് പറഞ്ഞാൽ അവിടെ സൂചിപ്പിക്കുന്നത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ആദിമം എന്ന് പറഞ്ഞാൽ 1, 2 എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. കാരണം അതൊക്കെ ആപേക്ഷികമാണ്. ഉള്ള വസ്തു ബ്രഹ്മമാണ്, ബ്രഹ്മം മാത്രമാണ് എന്ന്. അങ്ങനെ ഈ ഭൃഗു ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നതിനുള്ള മാർഗങ്ങൾ, ദ്വാരങ്ങൾ, ബ്രഹ്മത്തിന്റെ ലക്ഷണങ്ങൾ, ഇവയെല്ലാം പിതാവിൽ നിന്നും കേട്ട് പിന്നെ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള സാധനമായി തപസ്സിനെ അനുഷ്ഠിച്ചു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കേൾവിയിലൂടെ ബ്രഹ്മം ഉണ്ടെന്ന് മനസ്സിലായി എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിലൂടെ ബ്രഹ്മജ്ഞാനം സിദ്ധിക്കുന്നതല്ല. പിന്നെയോ അത് അനുഭവമാകണം. അതിന് തപസ് വേണം.
ഇന്ദ്രിയാണാം മനസ്സശ്ച ഐകാഗ്ര്യം തപ ഉച്യത്തെ എന്ന് ഭഗവത്പാദർ തന്നെ ഇവിടെ ആ തപസ്സിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏകാഗ്രമായി ഒരേ ബിന്ദുവിൽ തന്നെ ബന്ധിപ്പിച്ച് ഉള്ളതായ ഇൻട്രോസ്പെക്ഷൻ അറ്റ് ഇറ്റ്സ് ഹൈറ്റ്, ഒരു ചിന്തനം, സാധാരണ ചിന്തനമല്ലത്. ആ തപസ് അനുഷ്ഠിച്ചപ്പോൾ അത് ഉപദേശിച്ചു കൊടുത്തിട്ടില്ലാത്ത തപസ്സിനെ, ഇവിടെ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത തപസ്സിനെ സാധനമായി ഉപദേശിക്കുന്നു. ശ്രദ്ധിക്കുക. ഇപ്പോ ബ്രഹ്മത്തെ പ്രാപിക്കുന്നതിനുള്ള മാർഗങ്ങൾ, അതായത് ദ്വാരങ്ങളും അതായത് അന്നം പ്രാണം മനസ്സ് ചക്ഷു മുതലായവയെയും യഥോവായുമാനി ഭൂതാനി എന്ന ലക്ഷണവും ഒക്കെ ഉപദേശിച്ചു. പക്ഷേ അതിൽ ബ്രഹ്മത്തെ സാക്ഷാത്തായി നിർദ്ദേശിച്ചിട്ടില്ലാത്തത് കൊണ്ട് അത് മുഴുവനായിട്ടില്ല, ഇനിയും ബാക്കിയുണ്ട്. അതിനുവേണ്ടി തപസ്സിനെയും ഉപദേശിച്ചു എന്നർത്ഥം. തപോവിശേഷ പ്രതിപത്തിസ്തു സർവസാധകതമത്വാത് എന്ന്. സർവേഷാം ഹി നിയത സാധ്യ വിഷയാണാം സാധനാനാം തപ ഏവ സാധകതമം സാധനമിതി പ്രസിദ്ധം ലോകേ. അപ്പോ നമുക്ക് തപസ്സിനെ തന്നെ അടുത്തത് എന്തിനാ എന്ന് ചോദിച്ചാൽ അത് എന്ത് സാധിക്കുന്നതിനും ഏറ്റവും പ്രയോജനപ്പെടുത്തുക ആകയാലാണ് എന്നർത്ഥം. അപ്പൊ തപസ് തന്നെയാണ് ലോകത്തിൽ ഏറ്റവും സാധകതമമായ സാധനം എന്ന് പ്രസിദ്ധമാണ്. തസ്മാത് പിത്ര അനുപദിഷ്ടമപി ബ്രഹ്മവിജ്ഞാന സാധനത്വേന തപഃ പ്രതിപേദേ ഭൃഗു. അപ്പൊ ഭൃഗു അച്ഛൻ ഉപദേശിക്കാത്തതാണെങ്കിലും തപസ്സിനെ ബ്രഹ്മവിജ്ഞാന സാധനമായി അംഗീകരിച്ചു എന്നാണ് ആചാര്യൻ ഭാഷ്യത്തിൽ പറയുന്നത്, സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തപോ ബ്രഹ്മേതി എന്ന് മാത്രം പറഞ്ഞു, തപസ്സാണ് ബ്രഹ്മം എന്ന് മാത്രം പറഞ്ഞു. തപസ് അനുഷ്ഠിക്കുക എന്ന് നേരിട്ടുള്ള നിർദ്ദേശം നൽകിയില്ല. എങ്കിലും ആ നിർദ്ദേശത്തെ അതിൻ്റെ ഉൾക്കരുത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് ഭൃഗു തപസ്സിനെ ബ്രഹ്മവിജ്ഞാന സാധനമായി സ്വീകരിച്ചു. ആ തപസ്സാകട്ടെ ബാഹ്യ അന്തഃകരണ സമാധാന രൂപമായിട്ട് ഉള്ളതാണ്. തച്ച തപോ ബാഹ്യ അന്തഃകരണ സമാധാനം, ബാഹ്യവും ആന്തരികവുമായ സമാധാനത്തിന് കാരണമാകുന്നതാണ് ഈ തപസ്. തദ്വാരകത്വാത് ബ്രഹ്മപ്രതിപത്തേഹേ മനസശ്ച ഇന്ദ്രിയാണാം ചൈകാഗ്ര്യം പരമം തപഃ തജ്ജായ സർവധർമ്മേഭ്യഃ സധർമ്മഃ പര ഉച്യത്തെ എന്ന് മഹാഭാരതം ശാന്തിപർവത്തിലെ ആ സ്മൃതിവാക്യം ഇവിടെ ഉദ്ധരിക്കുകയാണ്. മനസ്സിന്റെയും ഇന്ദ്രിയത്തിന്റെയും ഏകാഗ്രതയാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ തപസ്. അത് എല്ലാ ധർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. അതിൻ്റെ പരമമായ ധർമ്മം എന്ന് അതിനെ പറയുന്നു എന്ന മഹാഭാരതത്തിലെ സ്മൃതിവാക്യം ഉദ്ധരിച്ചുകൊണ്ട് ആചാര്യസ്വാമികൾ ഇവിടെ തപസ് എന്ന് പറയുന്ന ബ്രഹ്മപ്രാപ്തി സാധനത്തെ ഇവിടെ നമുക്ക് ഉപദേശിച്ചു തരുന്നു. ഇനി ആദ്യത്തെ ആ തപസ് അനുഷ്ഠിച്ചു. സ തപസ്തത്വാ അന്നം ബ്രഹ്മേ ദിവ്യജാനാത് അന്നാദ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തെ അന്നേന ജാതാനി ജീവന്തി അന്നം പ്രയന്ത്യഭിസംവിശന്തി തദ്വിജ്ഞായ പുനരേവ വരുണം പിതരമുപസസാര അധീഹി ഭഗവോ ബ്രഹ്മേതി സംഭോവാച തപസാ ബ്രഹ്മ വിജിത്സാസസ്വാ തപോ ബ്രഹ്മേതി സതപോ തപ്യതാ. ഇപ്പോ ഈ ആദ്യ തപസ്സിന് പോയ ഭൃഗു, തപസ്സനുഷ്ഠിച്ച ഭൃഗു, തപസ്സെന്ന ആ ബ്രഹ്മപ്രാപ്തി സാധനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി തപസ്സനുഷ്ഠിച്ച ഭൃഗു
അന്നത്തെ ബ്രഹ്മമായി അറിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അന്നത്തിൽ നിന്നാണല്ലോ ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അന്നാദേവ ഖൽവിമാനി ഭൂതാനി ജായന്തേ. അന്നത്തിൽ നിന്നുമാണ് ഈ ഭൂതങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. അന്നേന ജാതാനി ജീവന്തി. ആ അന്നം ഭക്ഷിച്ചുകൊണ്ടാണ് ഈ സമസ്ത പ്രാണിവർഗങ്ങളും ജീവിക്കുന്നത്. അന്നം പ്രയന്തി അഭിസംവിശന്തി. തിരിച്ച് അന്നത്തിലേക്ക് തന്നെ, അതായത് ഭൗതിക ശരീരം അന്നമയമായ ആ ഇതില് കോശത്തിലേക്ക് തന്നെ ലയിക്കുന്നു. തദ്വിജ്ഞായ പുനരേവ വരുണം പിതരമുപസസാര. അപ്പൊ അന്നമാണ് ബ്രഹ്മം, അന്നബ്രഹ്മം എന്ന് ആദ്യം മനസ്സിലാക്കി. എന്നിട്ട് വീണ്ടും വരുണനെ സമീപിച്ചു. പുനരേവ വരുണം പിതരം ഉപസസാര. അപ്പോഴും ബാക്കി സംശയങ്ങൾ ഉണ്ടായിരുന്നു. വീണ്ടും ചോദിക്കുന്നു. അധീഹി ഭഗവോ ബ്രഹ്മേതി. ഗുരു ചോദിച്ചു, എന്താണ്? അല്ല, അന്നത്തെ ബ്രഹ്മമായി മനസ്സിലാക്കി, എന്നാലും സംശയങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ ഗുരു വീണ്ടും നിർദ്ദേശിച്ചു. വാച തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ. തപസ്സനുഷ്ഠിക്കുക എന്ന് വീണ്ടും പറഞ്ഞു. സ തപോ ബ്രഹ്മേതി സതപോ തപ്യത. അപ്പോ ആ ഭൃഗു തപസ് ചെയ്ത് അന്നം ബ്രഹ്മമാണെന്ന് അറിഞ്ഞു. ഈ അന്നത്തിന്, ബ്രഹ്മത്തിന് പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അന്നത്തിനും ഉണ്ടല്ലോ. എന്നാൽ ഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നത് അന്നത്തിൽ നിന്നാണ്. ഉണ്ടായ ശേഷം പ്രാണധാരണം ചെയ്യുന്നതും വർദ്ധിക്കുന്നതും അന്നം കൊണ്ടാണ്. ഒടുവിൽ അന്നത്തിൽ തന്നെ തിരിച്ച് എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് അന്നമാണ് ബ്രഹ്മമെന്ന് ഭൃഗു വിചാരിച്ചു എന്ന്. തപസ് ചെയ്ത് വീണ്ടും അച്ഛനായ ഗുരുവായ വരുണനെ സമീപിച്ചപ്പോൾ അന്നം ബ്രഹ്മേതി വിജ്ഞായ ലക്ഷണേന ഉപപത്യാജ പുനരേവ സംശയമാപന്ന വരുണം വിതരം ഉപസസാര. വീണ്ടും സംശയം തോന്നിയത് കൊണ്ട് ധീഹി ഭഗവോ ബ്രഹ്മ എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോൾ ഈ പറഞ്ഞ ബ്രഹ്മമെന്ന് വിചാരിച്ച അന്നത്തിന് ഉൽപ്പത്തി ഉണ്ടെന്ന് കണ്ടതുകൊണ്ട്, ശ്രദ്ധിക്കുക, അന്നത്തെ ബ്രഹ്മമാണെന്ന് അറിഞ്ഞു. പിന്നെയും ചിന്തനം ചെയ്തപ്പോൾ ഈ അന്നം ഉത്പന്നമാകുന്നതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ സംശയങ്ങൾ തോന്നി. അതുകൊണ്ട് വീണ്ടും അച്ഛനെ സമീപിച്ചു. അച്ഛനോട് തൻ്റെ അനുഭവം വർണ്ണിച്ചു. അച്ഛൻ പറഞ്ഞു, വീണ്ടും പോയി തപസ് ചെയ്യുക എന്ന്. അപ്പോ മുഖ്യമായ സാധനം തപസ് ആണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ബ്രഹ്മത്തിന്റെ ലക്ഷണം നിരതിശയമായി ഇതിൽ പരമില്ലാത്തതാണ് എന്ന് ആ ഒരു തത്വം, നിരതിശയമാണ് എന്ന ആ തത്വം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ, അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമാണ് ജിജ്ഞാസയ്ക്ക് അറിവ് വരുന്നത് എന്നും. അപ്പൊ അതുവരെ തപസ് തന്നെയാണ് നിനക്ക് സാധനമായിട്ടുള്ളത് എന്ന് കണക്കാക്കിക്കൊണ്ട് വീണ്ടും തപസ് ചെയ്യാൻ അച്ഛൻ നിർദ്ദേശിച്ചു. സതപസ്തപ്വാ. വീണ്ടും തപസ് ചെയ്തു. പ്രാണോ ബ്രഹ്മേതി വ്യജാനാത്. എന്നിട്ട് ഈ രണ്ടാമത് തപസ് ചെയ്യാനായി പോയപ്പോൾ, ഏകാഗ്രതയോടുകൂടി തപസ് ചെയ്തപ്പോൾ, അന്നത്തെക്കാളും സൂക്ഷ്മമായ പ്രാണനെ ബ്രഹ്മമായി അറിഞ്ഞു. പ്രാണം ബ്രഹ്മേതി വ്യജാനാത്. പ്രാണാധ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തേ. പ്രാണേന ജാതാനി ജീവന്തി. പ്രാണം പ്രയന്ത്യഭിസംവിശന്തി. തദ്വിജ്ഞായ പുനരേവ വരുണം പിതരമുപസസാര. ധീഹി ഭഗവോ ബ്രഹ്മേതി തംഹോവാച തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ. തപോ ബ്രഹ്മേതി സതപോ തപ്യത. നേരത്തെ പറഞ്ഞത് തന്നെ ഇവിടെ, ആ വാക്യങ്ങൾ തന്നെ ഇവിടെ നമ്മൾ ആവർത്തിക്കുന്നു. അതായത് പ്രാണനെ ബ്രഹ്മമായി അറിഞ്ഞു.
എന്തുകൊണ്ടെന്നാൽ ഈ ജീവികളെല്ലാം ഉണ്ടായതിനു ശേഷം പ്രാണനിൽ നിന്നാണ് ഈ ജീവികളെല്ലാം ഉണ്ടാകുന്നതും, ഉണ്ടായതിനു ശേഷം പ്രാണനെ കൊണ്ടാണ് ജീവിക്കുന്നതും, പിന്നീട് പ്രാണനിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ഒന്നായി തീരുകയും ചെയ്യുന്നു. അതറിഞ്ഞിട്ട് ഭൃഗു വീണ്ടും അച്ഛനായ വരുണനെ സമീപിച്ചു. അല്ലയോ ഭഗവാനെ, ധീഹി ഭഗവോ ബ്രഹ്മേതി, അല്ലയോ ഭഗവാനെ, ബ്രഹ്മത്തെ പറ്റി ഉപദേശിച്ചു തന്നാൽ. വരുണൻ വീണ്ടും പറഞ്ഞു, തപസ്സുകൊണ്ട് ബ്രഹ്മത്തെ അറിയുവാൻ ശ്രമിക്കുക എന്ന് വീണ്ടും പറഞ്ഞു. തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ, തപസ്സുകൊണ്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. തപോ ബ്രഹ്മേതി, എന്തുകൊണ്ടെന്നാൽ തപസ്സാണ് ബ്രഹ്മം എന്ന് വീണ്ടും പറഞ്ഞു. സതപോ തെപ്യത, ആ ഭൃഗു വീണ്ടും തപസ്സനുഷ്ഠിച്ചു. സതപസ്തപ്വാ, തപസ് ചെയ്തിട്ട് അടുത്തത് മനോ ബ്രഹ്മേതി വ്യജാനാത്, മനസാഹ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തെ, മനസാ ജാതാനി ജീവന്തി, മനഃ പ്രയന്ത്യഭിസംവിശന്തി, തദ്വിജ്ഞായ പുനരേവ വരുണം പിതരമുപസസാര. ധീഹി ഭഗവോ ബ്രഹ്മേതി സംഭോവാച, തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ, തപോ ബ്രഹ്മേതി സതപോ തപ്യത. ഇങ്ങനെ തപസ് വീണ്ടും അനുഷ്ഠിക്കാൻ ചെന്ന് തപസ്സനുഷ്ഠിച്ചതായ ഭൃഗു മനസ്സിനെ ബ്രഹ്മമായി അറിഞ്ഞു. പ്രാണനേക്കാളും സൂക്ഷ്മമായ മനസ്സിനെ ബ്രഹ്മമായിട്ട് അറിഞ്ഞു. മനസ്സിൽ നിന്നാണല്ലോ ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഉണ്ടായതിനു ശേഷം മനസ്സിലേക്കാണ് മനസ്സുകൊണ്ട് ജീവിക്കുന്നു, പിന്നീട് മനസ്സിലേക്ക് മടങ്ങിപ്പോവുകയും മനസ്സായി തീരുകയും ചെയ്യുന്നു എന്ന്. എന്നിട്ട് പുനരേവ വരുണം പിതരമുപസസാര, അപ്പോഴും സംശയം ബാക്കിയുണ്ട്. എന്നാലും ഇത് ഓരോ ഗ്രേഡാണ്. ആത്മീയ സാധനകളിലെ ഓരോ സ്റ്റേജിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോ പിതാവിനെ വീണ്ടും സമീപിച്ചു പറഞ്ഞു, മനസ്സാണ് ബ്രഹ്മമെന്ന് മനസ്സിലാക്കി, എങ്കിലും സംശയം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വരുണൻ പറഞ്ഞു, അധീഹി വീണ്ടും പറഞ്ഞു, തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ, തപസ് കൊണ്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് വീണ്ടും പറഞ്ഞു. എന്തുകൊണ്ട്? തപസ്സാണല്ലോ ബ്രഹ്മം. തപോ ബ്രഹ്മേതി സതപോ അതപ്യത, വീണ്ടും തപസ്സനുഷ്ഠിച്ചു. സതപസ്തപ്വാ, ഇനി വീണ്ടും തപസ്സനുഷ്ഠിച്ചപ്പോൾ കുറച്ചുകൂടി ആ ഒരു ആന്തരികമായ ആ ഒരു മനസ്സിനും ആന്തരികമായിട്ടുള്ള വിജ്ഞാനം ബ്രഹ്മേതി വ്യജാനാത്, വിജ്ഞാനത്തെ ബ്രഹ്മമായി അറിഞ്ഞു. വിജ്ഞാനാധ്യേവ ഖൽ വിമാനി ഭൂതാനി ജായന്തെ, വിജ്ഞാനേന ജാതാനി ജീവന്തി, വിജ്ഞാനം പ്രയന്ത്യഭിസംവിശന്തി, തദ്വിജ്ഞായ പുനരേവ വരുണം പിതരമുപസസാര. ധീഹി ഭഗവോ ബ്രഹ്മേതി സംഭോവാച, തംസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ, തപോ ബ്രഹ്മേതി സതപോ അതപ്യത. നേരത്തെ പറഞ്ഞതുപോലെ വിജ്ഞാനത്തിൽ നിന്നാണല്ലോ ഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നതും, വിജ്ഞാനം കൊണ്ടാണ് ജനിക്കുന്നതിന് ശേഷം അവ ജീവിക്കുന്നതും, പിന്നീട് വിജ്ഞാനത്തിലേക്ക് മടങ്ങിപ്പോവുകയും വിജ്ഞാനമായി തീരുകയും ചെയ്യുന്നു എന്നറിഞ്ഞു. എങ്കിലും സംശയമുണ്ടായി. അതുകൊണ്ട് വീണ്ടും ബ്രഹ്മത്തെ ഉപദേശിച്ചു തന്നാലും എന്ന് സംശയം ബാക്കി ഉള്ളതുകൊണ്ട് പുനരേവ വരുണം പിതരമുപസസാര, വീണ്ടും പിതാവായ വരുണനെ പ്രാപിച്ചു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, തപസാ ബ്രഹ്മ വിജിജ്ഞാസസ്വ, തപസ് അനുഷ്ഠിച്ച് ബ്രഹ്മത്തെ മനസ്സിലാക്കുക എന്ന് വീണ്ടും ഉപദേശിച്ചു. ആ നിർദ്ദേശത്തെ തുടർന്ന് സതപോ അതപ്യത, വീണ്ടും തപസ് അനുഷ്ഠിച്ചു. സതപസ്തപ്വാ, വീണ്ടും തപസ് അനുഷ്ഠിച്ച ശേഷം ആ ഭൃഗുവിനുണ്ടായ അനുഭവം, ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത്,
ആനന്ദാധ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്ത്യഭിസംവിശന്തി തൈഷാ ഭാർഗവീ വാരുണീ വിദ്യാ പരമേ വ്യോമൻ പ്രതിഷ്ഠിത സയ ഏവം വേദ പ്രതിഷ്ഠതി അന്നവാനന്നാദോ ഭവതി മഹാൻ ഭവതി പ്രജയാ പശുഭിർബ്രഹ്മവർച്ചസേന മഹാൻ കീർത്യാ. അങ്ങനെ അവൻ തപസ് അനുഷ്ഠിച്ചപ്പോൾ ആനന്ദോ ബ്രഹ്മേതി വ്യജാനാത്, ആനന്ദത്തെ ബ്രഹ്മമായി അറിഞ്ഞു. ആ ലക്ഷ്യത്തിലേക്ക് എത്തി. എന്തെന്നാൽ ആനന്ദത്തിൽ നിന്നുമാണ് എല്ലാ ഭൂതങ്ങളും ഉണ്ടാകുന്നത്. അത് നേരത്തെ പറഞ്ഞല്ലോ, എന്താ രസോ വൈസഹ രസം ഹ്യേവായം ലബ്ധ്വാ ആനന്ദീ ഭവതി എന്ന് മുൻ അനുവാദങ്ങളിൽ പറഞ്ഞിരുന്നു. ആ ആനന്ദം, അതാണ് രസം, അതാണ് സുഖം. ആനന്ദത്തിൽ നിന്നാണല്ലോ എല്ലാ ഭൂതങ്ങളും ഉണ്ടാകുന്നതും. ജനിച്ചതിന് ശേഷം ആനന്ദം കൊണ്ടാണ് ജീവിക്കുന്നതും. അവസാനം ആനന്ദത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. വരുണനോടും ഭൃഗുവിനോടും ബന്ധപ്പെട്ടതായ ഈ പ്രസിദ്ധമായ വിദ്യ സൈഷാ ഭാർഗവീ വാരുണീ വിദ്യ എന്ന ഈ വിദ്യ, ഇത് വളരെ വളരെ രഹസ്യമായതാണ്. എന്നാൽ ഹൃദയ ആകാശത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഹൃദയ ആകാശത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അതാണല്ലോ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഹൃദയത്തിന്റെ ഭാഷയിൽ എന്നൊക്കെ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോ ഇതിന്റെ പേരാണ് ഭാർഗവീ വാരുണീ വിദ്യ പരമേ വ്യോമൻ പ്രതിഷ്ഠിത. പരമമായ ഹൃദയ ആകാശത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതായ ഭൃഗുവിനോടും വരുണനോടും ഭൃഗുവിനോടും ബന്ധപ്പെട്ടിട്ടുള്ളതായ ഈ വിദ്യ ഇങ്ങനെ അറിയുന്നവൻ ആനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ പ്രതിഷ്ഠിതനാണ്. അവൻ അധികം അന്നമുള്ളവനും അന്നത്തെ ഭക്ഷിക്കുന്നവനും എന്ന് പറഞ്ഞാൽ ലൗകിക സുഖങ്ങൾ അയത്നേന അയാൾ യാചിക്കാതെ തന്നെ, അയാൾ പ്രതീക്ഷിക്കാതെ തന്നെ അയാൾക്ക് ലഭിക്കുന്നു. അതുപോലെ അന്നത്തെ ഭക്ഷിക്കുന്നവനും അന്നവാനന്നാദോ ഭവതി മഹാൻ ഭവതി പ്രജയാ പശുഭിർബ്രഹ്മവർച്ചസേന, അയാൾക്ക് പുത്രപൗത്രാദി പരമ്പര കൊണ്ടും പശു മുതലായ സമ്പത്ത് കൊണ്ടും പശുഭിർബ്രഹ്മവർച്ചസേന ബ്രഹ്മ തേജസ് കൊണ്ടും മഹാൻ കീർത്തിയ കീർത്തി കൊണ്ടും അയാൾ മഹാനായിത്തീരുന്നു എന്ന് ഉപനിഷത്ത്. ഈ ഭാഗത്തിൽ ആചാര്യസ്വാമികൾ ഈ ആഖ്യായിക അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ ആചാര്യസ്വാമികൾ ഇവിടെ നമുക്ക് ഉപദേശിച്ചു തരുന്നു. ഏവം തപസാ വിശുദ്ധാത്മാ പ്രാണാദിഷു സാകല്യേന ബ്രഹ്മലക്ഷണം അപശ്യന് ശനൈഹി ശനൈഹി അന്തരനുപ്രവിശ്യ അന്തരതമമാനന്ദം ബ്രഹ്മ വിജ്ഞാതവാൻ. ഇപ്രകാരം തപസ്സുകൊണ്ട് വിശുദ്ധാത്മാവായ ഭൃഗു പ്രാണാദിഷു സാകല്യേന ബ്രഹ്മലക്ഷണം അപശ്യ, പ്രാണാദികളിൽ അന്നം പ്രാണം മുതലായവയിൽ ബ്രഹ്മലക്ഷണം മുഴുവനും കാണപ്പെടാത്തത് കൊണ്ട് ശനൈഹി ശനൈഹി പതുക്കെ പതുക്കെ അന്തരനുപ്രവിശ്യ ഉള്ളിലേക്ക് കടന്ന് ഏറ്റവും ഉള്ളിലുള്ള അന്തരതമമായ ആനന്ദം ബ്രഹ്മ വിജ്ഞാതവാൻ, ആനന്ദത്തെ ബ്രഹ്മമാണെന്ന് അറിഞ്ഞു. തപസൈവ സാധനേന ഭൃഗു തസ്മാത് ബ്രഹ്മ വിജ്ഞാതവാൻ. അപ്പോ ഭൃഗു ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നതിന് സാധനമായിട്ട് കണ്ടത് തപസ് തന്നെയാണ്. തപസൈവ സാധനേന ഭൃഗു തസ്മാത് ബ്രഹ്മ വിജിജ്ഞാസുന ബാഹ്യ അന്തഃകരണ സമാധാന ലക്ഷണം പരമം തപഃ സാധനമനുഷ്ഠേയമിതി പ്രകരണാർത്ഥ. അതുകൊണ്ട് ബാഹ്യങ്ങളും ആഭ്യന്തരങ്ങളും ആയ കരണങ്ങളുടെ സമാധാനം
ഏകാഗ്രത ആയ ഏറ്റവും ഉത്കൃഷ്ടമായ തപസ്സിനെ അനുഷ്ഠിക്കേണ്ടതാണ് ആര്? ബ്രഹ്മത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് ഈ പ്രകരണത്തിന്റെ താത്പര്യം. അധുന ആഖ്യായികാം ച ഉപസംഹൃത്യ ശ്രുതി വേന വചനേന ആഖ്യായിക നിർവർത്തിയം അർത്ഥമാചഷ്ടേ. ഇനിയിപ്പോ ഈ കഥ അവസാനിപ്പിച്ചിട്ട് ആഖ്യായികാം ഉപസംഹാരം ചെയ്തിട്ട് ആഖ്യായിയുടെ സാരമായ അർത്ഥത്തെ സ്വന്തം വാക്കിൽ പറയുന്നു. ശ്രുതി സ്വേന വചനേന. എന്താ ഈ ഭാർഗവി വിദ്യ എന്ന് പറഞ്ഞല്ലോ? സൈഷ ഭാർഗവി ഭൃഗുണ വിദിത വരുണേന പ്രോക്ത വാരുണീ വിദ്യ പരമേ വ്യോമൻ ഹൃദയ ആകാശഗുഹായാം പരമേ ആനന്ദേ അദ്വൈതേ പ്രതിഷ്ഠിത പരിസമാപ്ത എന്ന്. ഈ പറഞ്ഞ ഭൃഗുവിനെയും വരുണനെയും സംബന്ധിച്ചതായ ഈ വിദ്യ, ഭാർഗവി വാരുണീ വിദ്യ, പരമേ വ്യോമന് ഹൃദയ ആകാശത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. അന്നമയമായ ആത്മാവിൽ നിന്നും ആരംഭിച്ച് പിന്നെ അവസാനം അദ്വൈതമായിട്ടുള്ള ആനന്ദത്തിൽ പരിസമാപ്തിരിക്കുന്നു എന്ന് സാരം. ഹൃദയ ആകാശഗുഹായാം പരമേ ആനന്ദേ അദ്വൈതേ പ്രതിഷ്ഠിത പരിസമാപ്ത അന്നമയാദ ആത്മനോ അധിപ്രവൃത്യ ഏവം അന്യോപി തപസൈവ സാധനേന അനേനൈവ ക്രമേണ അനുപ്രവിശ്യ ആനന്ദം ബ്രഹ്മവേദ സ ഏവം വിദ്യാപ്രതിഷ്ഠാനാത് പ്രതിഷ്ഠതി ആനന്ദേ പരമേ ബ്രഹ്മണി ബ്രഹ്മൈവ ഭവതി. ഇതുപോലെ വേറെ ആരെങ്കിലും തപസ്സാകുന്ന ഈ സാധനം കൊണ്ട് ക്രമേണ കടന്ന് ഉത്തരോത്തരം ഉള്ളിലേക്ക് കടന്ന് ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തെ അറിയുന്നുണ്ടെങ്കിൽ അവനും വിദ്യയുടെ ആ പ്രതിഷ്ഠ നിമിത്തം അതിൻ്റെ പൂർണ്ണ ബലം കൊണ്ട് ആനന്ദസ്വരൂപം പരമാത്മാവായ ബ്രഹ്മത്തിൽ പ്രതിഷ്ഠിത ആയിത്തീരുന്നു. ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മമായിത്തീരുന്നു എന്നു സാരം. ഇനി ദൃഷ്ടഞ്ച ഫലതസ്യ ഉച്യത്തെ. അത് ആധ്യാത്മികമായ ഫലം, ബ്രഹ്മമായി തീരുക, ബ്രഹ്മീഭൂതനാവുക. ദൃഷ്ടമായ ഫലം എന്തെന്ന് പറഞ്ഞാൽ അവൻ അന്നമുള്ളവനായിത്തീരും. അതായത് ധാരാളം അന്നമുള്ളവനായിത്തീരുന്നു എന്ന് സാരം. അന്നമുണ്ടായിക്കുക എന്നർത്ഥം എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ, സർവപ്രാണികൾക്കും ഉള്ളതാകിയാൽ വിദ്യയുള്ളവനും അത് മാത്രമേ ഉള്ളൂ എന്ന് വന്നാൽ വിദ്യ കൊണ്ട് വിശേഷമുണ്ടായിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് വളരെ അന്നം എന്ന് പറഞ്ഞത്. ഏവം അന്നമത്തീതി അന്നാദഃ. അപ്പോൾ അവൻ അന്നത്തെ അറിയുന്നവനായും ഭക്ഷിക്കുന്നവനായും തീരും, ദീപ്ത അഗ്നിയായി തീരുമെന്നർത്ഥം. എന്നിട്ടോ ദൃഷ്ടമായ ഫലം നൽകുന്നു. പുത്രാദികളായ പ്രജയെ കൊണ്ടും പശു, പിന്നെ കുതിര മുതലായ നാൽക്കാലികളെ കൊണ്ടുമൊക്കെ അയാൾക്ക്, അത് മാത്രമല്ല ശമം ദമം ജ്ഞാനം മുതലായ തേജസ് കൊണ്ടും ശുഭപ്രചാരം നിമിത്തം ഉള്ള കീർത്തി കൊണ്ടും മഹാനായിത്തീരും എന്ന്. ഇതും ആചാര്യസ്വാമികൾ വ്യക്തമാക്കി തരുന്നു. പ്രജയാ പുത്രാദിന പശുഭിഹി ഗവ അശ്വാദിഭിഹി ബ്രഹ്മവർച്ചസേന ശമദമജ്ഞാനാദിനിമിത്തേന തേജസ മഹാൻ ഭവതി കീർത്തിയ ഖ്യാത്യ ശുഭാചാര നിമിത്തയ. ശുഭ ആചാരം കൊണ്ട് അയാൾക്ക് ലഭിക്കുന്ന ഖ്യാതി, കീർത്തി, അതുകൊണ്ടും ആ വ്യക്തി മഹാൻ ആയിത്തീരും എന്ന്. ഇങ്ങനെ ഈ വിദ്യയുടെ ഭാർഗവി വാരുണി വിദ്യ എന്ന ശ്രേഷ്ഠമായ ഈ വിദ്യോ ഉപാസനത്തിന്റെ ഫലവും അദൃഷ്ടമായ ഫലവും ദൃഷ്ടമായ ഫലവും സൂചിപ്പിച്ചുകൊണ്ട് ഈ അനുവാദം സമാപിക്കുന്നു. അടുത്ത അനുവാദത്തിൽ അന്നം നിന്ദ്യാത് എന്ന് പറയുന്നു. അടുത്തത് അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാം. ഇന്നത്തെ സത്സംഗം ഇതുകൊണ്ട് സമാപിക്കുന്നു. എല്ലാവർക്കും എൻ്റെ കൂപ്പുകൾ.